നമസ്കാരം. നമ്മുടെ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി പാർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പിയാഷെ, കോൾബർഗ്, വൈഗോട്സ്കി സിദ്ധാന്തങ്ങളും നിർണായക കാഴ്ചപ്പാടുകളും, കൺസ്ട്രക്ട്സ് ആൻഡ് ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്സ്. നമ്മുടെ ഈ അധ്യായം മനഃശാസ്ത്രപരമായ അധ്യാപനത്തിന്റെ പെഡഗോജി ആത്മാവാണ്. ദിസ് ചാപ്റ്റർ ഇസ് അറ്റ് ദ സോൾ ഓഫ് പെഡഗോജി. ഈ ഒരൊറ്റ അധ്യായത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാറ്. This chapter alone has the coverage of the highest number of questions. പല വർഷങ്ങളിലായി ഈ വിഷയത്തിൽ നിന്നും നിരവധി ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ വിഷയം എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ നന്നായി ചോദ്യങ്ങൾ പരിശീലിക്കണം. So understand the importance of the topic and practice the questions well. Major areas of development. വികസനത്തിന്റെ പ്രധാന മേഖലകൾ. എല്ലാ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ വിവിധ വികസന ഘട്ടങ്ങളിലൂടെയും പഠനത്തിലൂടെയും കടന്നുപോകുന്നു. All persons go through various stages of development and learning during their lives. വികസനത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകൾ മൂന്നെണ്ണമാണ്. There are three important areas of development. First one, cognitive അഥവാ വൈജ്ഞാനികം. ചിന്തകൾ, അനുഭവം, ഇന്ദ്രിയങ്ങൾ എന്നിവയിലൂടെ അറിവ് നേടുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. Cognitive, obtaining knowledge through thoughts, experience and the senses. Second one, moral അഥവാ ധാർമ്മികം. ശരിയും തെറ്റായതുമായ പെരുമാറ്റത്തിന്റെ തത്വങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഇത്. Moral, concerned with principles of right and wrong behavior. Third one, socio-cultural അഥവാ സാമൂഹിക സാംസ്കാരികം. ഒരു സമൂഹത്തിന്റെ കല, ആചാരങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വികസനം. Socio-cultural, relating to the arts, customs and institutions of society. ഈ വികസനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ മനഃശാസ്ത്രജ്ഞരും വിദ്യാഭ്യാസ വിചക്ഷണരും അവരുടെ സിദ്ധാന്തങ്ങളിൽ വികസനത്തിന്റെ വിവിധ ഘട്ടങ്ങൾ വിവരിച്ചിട്ടുണ്ട്. To understand these developments, psychologists and educationists have described the various stages of development in their theories. Theories of development, വികസന സിദ്ധാന്തങ്ങൾ. ഏറ്റവും പ്രശസ്തമായ വികസന സിദ്ധാന്തങ്ങൾ നൽകിയിട്ടുള്ളത് മൂന്ന് പ്രധാന മനഃശാസ്ത്രജ്ഞരാണ്. Three such psychologists have given the most well-known theories. They are ജീൻ പിയാഷെ 1896 മുതൽ 1980 വരെ. ഈ സ്വിസ് മനഃശാസ്ത്രജ്ഞൻ 1936 കുട്ടികളുടെ വൈജ്ഞാനിക വികസന സിദ്ധാന്തം അവതരിപ്പിച്ചു. This Swiss psychologist stated his cognitive theory of development of children in 1936. ലോറൻസ് കോൾബർഗ് 1927 മുതൽ 1987 വരെ. ഈ അമേരിക്കൻ ഡെവലപ്മെന്റൽ സൈക്കോളജിസ്റ്റ് 1958 കുട്ടികളുടെ ധാർമ്മിക വികസന സിദ്ധാന്തം അവതരിപ്പിച്ചു. This American developmental psychologist stated his theory of moral development of children in 1958. ലെവ് വൈഗോട്സ്കി 1896 മുതൽ 1934 വരെ. ഈ റഷ്യൻ മനഃശാസ്ത്രജ്ഞൻ മനുഷ്യന്റെ സാംസ്കാരികവും ജൈവ സാമൂഹികവുമായ വികസന സിദ്ധാന്തം നൽകി. This Russian psychologist gave his theory of human cultural and biosocial development. പിയാഷെ theory of cognitive development. പിയാഷെയുടെ വൈജ്ഞാനിക വികസന സിദ്ധാന്തം. The term cognitive is related to a person's consciousness of his mind, which makes him active. കോഗ്നിറ്റീവ്, വൈജ്ഞാനികം എന്ന പദം ഒരു വ്യക്തിയുടെ മനസ്സിന്റെ ബോധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് വ്യക്തിയെ സജീവമാക്കുന്നു. കോഗ്നിഷൻ ഇൻക്ലൂഡ്സ് ആക്ടിവിറ്റീസ് ലൈക്ക് റീസണിംഗ് ആൻഡ് തിങ്കിങ്. യുക്തിചിന്ത, ചിന്ത, റീസണിംഗ് ആൻഡ് തിങ്കിങ് പോലുള്ള പ്രവർത്തനങ്ങൾ വൈജ്ഞാനികയിൽ ഉൾപ്പെടുന്നു. പിയാഷെ observed the intellectual abilities of children and adolescents, finding that children think in a different way from adults. പിയാഷെ കുട്ടികളുടെയും കൗമാരക്കാരുടെയും ബുദ്ധിപരമായ കഴിവുകൾ നിരീക്ഷിച്ച് കുട്ടികൾ മുതിർന്നവരിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്നതായി കണ്ടെത്തി. The three components of Piaget's theory are as follow. പിയാഷെയുടെ സിദ്ധാന്തത്തിലെ പ്രധാനമായും മൂന്ന് ഘടകങ്ങൾ താഴെ പറയുന്നവയാണ്. 1. Schemas. A schema is a systematic pattern of thought or behavior. സ്കീമ എന്നത് ചിന്തയുടെയോ പെരുമാറ്റത്തിന്റെയോ ഒരു ചിട്ടയായ മാതൃകയാണ്. For instance, while solving a puzzle or problem involving logical reasoning, a child will organize its knowledge and past experience with its thinking to solve it. ഉദാഹരണത്തിന്, യുക്തിപരമായ ഒരു കടങ്കഥയോ പ്രശ്നമോ പരിഹരിക്കുമ്പോൾ ഒരു കുട്ടി അതിന്റെ അറിവും മുൻ അനുഭവവും ചിന്തയുമായി സംഘടിപ്പിച്ച് പരിഹരിക്കുന്നു. The ideas that occur to the child during the process of solving the problem are known as schemas. പ്രശ്നം പരിഹരിക്കുന്ന പ്രക്രിയയിൽ കുട്ടിക്കുണ്ടാകുന്ന ആശയങ്ങളെയാണ് സ്കീമകൾ എന്ന് വിളിക്കുന്നത്. Piaget defined a schema as a cohesive, repeatable action sequence possessing component actions that are tightly interconnected and governed by a core meaning. പിയാഷെ സ്കീമയെ നിർവചിച്ചത് സംയോജിതവും ആവർത്തിക്കാവുന്നതുമായ ഒരു പ്രവർത്തന ശ്രേണി, എ കൊഹീസീവ് റിപ്പീറ്റബിൾ ആക്ഷൻ സീക്വൻസ് എന്നാണ്. അതിന് പരസ്പരം ബന്ധിപ്പിച്ചതും ഒരു പ്രധാന അർത്ഥത്താൽ നിയന്ത്രിക്കപ്പെടുന്നതുമായ ഘടക പ്രവർത്തനങ്ങളുണ്ട്. He said that a schema helps the child to understand any situation and respond to it. ഏത് സാഹചര്യവും മനസ്സിലാക്കാനും അതിനോട് പ്രതികരിക്കാനും സ്കീമ കുട്ടിയെ സഹായിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. 2.
സ്റ്റേജസ് ഓഫ് അഡാപ്റ്റേഷൻ. പൊരുത്തപ്പെടലിന്റെ ഘട്ടങ്ങൾ. അഡാപ്റ്റേഷൻ ഇസ് എ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് ഫെമിലിയറൈസ്ഡ് വിത്ത് ദ വേൾഡ്. ലോകവുമായി പരിചയപ്പെടുന്ന പ്രക്രിയയാണ് പൊരുത്തപ്പെടൽ, അഡാപ്റ്റേഷൻ. The stages of adaptation are the stages of intellectual development which occur due to this adaptation process. ഈ പൊരുത്തപ്പെടൽ പ്രക്രിയ കാരണം സംഭവിക്കുന്ന ബൗദ്ധിക വികസന ഘട്ടങ്ങളാണ് പൊരുത്തപ്പെടലിന്റെ ഘട്ടങ്ങൾ. ഈ ഘട്ടങ്ങൾ താഴെ പറയുന്നവയാണ്. സമീകരണം, അസിമിലേഷൻ. നിലവിലുള്ള സ്കീമുകളിലേക്ക് പുതിയ വിവരങ്ങളെ ഉൾക്കൊള്ളുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. ദിസ് മീൻസ് അബ്സോർബിംഗ് സംതിങ് ഇൻ ടു ദ പ്രസന്റ് സ്കീമാസ്. ഒരു വ്യക്തി പരിസ്ഥിതിയിൽ നിന്ന് വിവരങ്ങൾ മനസ്സിലേക്കെടുക്കുന്ന പ്രക്രിയയാണ് സമീകരണം. സംയോജനം, അക്കോമഡേഷൻ. വസ്തുക്കളെ കൈകാര്യം ചെയ്യുന്നതിനായി ചിന്തിക്കുന്നതിന്റെയും പ്രവർത്തിക്കുന്നതിന്റെയും രീതികൾ മാറ്റുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. ദിസ് മീൻസ് ചേഞ്ചിങ് ദ വേസ് ഓഫ് തിങ്കിങ് ആൻഡ് ആക്ഷൻസ് ഫോർ മാനേജിംഗ് ഒബ്ജക്ട്സ്. നിലവിലുള്ള വൈജ്ഞാനിക ഘടനകളെ പരിഷ്കരിച്ചുകൊണ്ട് പുതിയ പെരുമാറ്റ രീതികളിലേക്കും ചിന്തകളിലേക്കും പൊരുത്തപ്പെടുന്നതിനെയാണ് പിയാഷെയുടെ വൈജ്ഞാനിക വികസന സിദ്ധാന്തമനുസരിച്ച് സംയോജനം എന്ന് പറയുന്നത്. ഇക്വിലിബ്രേഷൻ, ഡിസ്ഇക്വിലിബ്രേഷൻ. സന്തുലിതാവസ്ഥ, അസന്തുലിതാവസ്ഥ. ഇക്വിലിബ്രേഷൻ. Equilibration takes place when a child's schemas can deal successfully with the present information given through assimilation. This provides motivation for the child's development. സന്തുലിതാവസ്ഥ. സമീകരണത്തിലൂടെ ലഭിച്ച വിവരങ്ങൾ നിലവിലെ സ്കീമുകൾക്ക് വിജയകരമായി കൈകാര്യം ചെയ്യാൻ കഴിയുമ്പോൾ സന്തുലിതാവസ്ഥ സംഭവിക്കുന്നു. ഇത് കുട്ടിയുടെ വികസനത്തിന് പ്രചോദനം നൽകുന്നു. Disequilibration. However, a disequilibration occurs if new information cannot be dealt with successfully with the existing schemas. Such a new situation will cause disequilibrium. അസന്തുലിതാവസ്ഥ. നിലവിലുള്ള സ്കീമുകൾക്ക് പുതിയ വിവരങ്ങൾ വിജയകരമായി കൈകാര്യം ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ അസന്തുലിതാവസ്ഥ സംഭവിക്കുന്നു. അത്തരമൊരു പുതിയ സാഹചര്യം അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകും. 3. സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. വികസന ഘട്ടങ്ങൾ. Piaget suggested that children understand the world around them by adjusting their ideas when they find differences between what they know and what they discover. This means that cognitive development of the child comes before learning takes place. കുട്ടികൾക്ക് അറിയാവുന്നതും അവർ കണ്ടെത്തുന്നതും തമ്മിൽ വ്യത്യാസങ്ങൾ കണ്ടെത്തുമ്പോൾ അവരുടെ ആശയങ്ങൾ ക്രമീകരിച്ച് ചുറ്റുമുള്ള ലോകത്തെ മനസ്സിലാക്കുന്നു. അതായത് പഠനം നടക്കുന്നതിനു മുമ്പ് കുട്ടിയുടെ വൈജ്ഞാനിക വികസനം സംഭവിക്കുന്നു. He stated that children go through the following 4 stages of cognitive development. പിയാഷെ കുട്ടികളുടെ വൈജ്ഞാനിക വികസനത്തിന്റെ 4 ഘട്ടങ്ങൾ താഴെ കൊടുക്കുന്നു. 1. സെൻസോറി മോട്ടർ സ്റ്റേജ്, ഇന്ദ്രിയ ചാലക ഘട്ടം. ജനനം മുതൽ 2 വയസ്സ് വരെ. Infants and toddlers acquire knowledge through sensory experiences and manipulation of objects, not through thinking. ശിശുക്കളും പിഞ്ചു കുഞ്ഞുങ്ങളും ചിന്തിക്കുന്നതിലൂടെയല്ല, മറിച്ച് ഇന്ദ്രിയാനുഭവങ്ങളിലൂടെയും വസ്തുക്കളെ കൈകാര്യം ചെയ്യുന്നതിലൂടെയുമാണ് അറിവ് നേടുന്നത്. At this point in development, a child's intelligence consists of its basic motor, that is due to movement, and sensory, that is through eyes, ears, mouth, nose and touch, explorations of the world. ഈ ഘട്ടത്തിൽ ഒരു കുട്ടിയുടെ ബുദ്ധി എന്നത് ലോകത്തെക്കുറിച്ചുള്ള അവരുടെ അടിസ്ഥാന ചലനപരവും മോട്ടർ ഇന്ദ്രിയപരവുമായ സെൻസറി പര്യവേക്ഷണങ്ങളാണ്. Piaget said that developing the understanding that objects continue to exist even when they cannot be seen, object permanence, was an important element at this point of development of a child. വസ്തുക്കളെ കാണാൻ കഴിയാത്തപ്പോഴും അവ നിലനിൽക്കുന്നു എന്ന ധാരണ, ഒബ്ജക്ട് പെർമനൻസ് വികസിപ്പിക്കുന്നത് ഈ ഘട്ടത്തിലെ ഒരു പ്രധാന ഘടകമാണെന്ന് പിയാഷെ പറഞ്ഞു. By learning that objects are separate and distinct entities and that they have an existence of their own outside of individual perception, children are then able to begin to attach names and words to objects. വസ്തുക്കൾ വേറിട്ടതും സവിശേഷവുമായ സ്ഥാപനങ്ങളാണെന്നും അവയ്ക്ക് വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾക്ക് പുറത്ത് സ്വന്തമായ അസ്തിത്വമുണ്ടെന്നും പഠിക്കുന്നതിലൂടെ കുട്ടികൾക്ക് വസ്തുക്കൾക്ക് പേരുകളും വാക്കുകളും നൽകാൻ കഴിയും. 2. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ ഘട്ടം. 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ. Children learn through pretense and play, but are still not logical thinkers. കുട്ടികൾ നടിക്കലിലൂടെയും കളിക്കുന്നതിലൂടെയും പഠിക്കുന്നു, പക്ഷേ അവർ ഇപ്പോഴും യുക്തിസഹമായി ചിന്തിക്കുന്നവരല്ല. In this stage, children remember objects and happenings, and their thinking becomes more imaginative and centered on themselves. ഈ ഘട്ടത്തിൽ കുട്ടികൾ വസ്തുക്കളെയും സംഭവങ്ങളെയും ഓർമ്മിക്കുകയും അവരുടെ ചിന്ത കൂടുതൽ ഭാവനാത്മകവും സ്വയം കേന്ദ്രീകൃതവും centered on themselves ആകുകയും ചെയ്യുന്നു. Concepts formed are crude, but not easily changed afterwards. രൂപപ്പെടുന്ന ആശയങ്ങൾ അസംസ്കൃതമാണ്, പക്ഷെ പിന്നീട് എളുപ്പത്തിൽ മാറ്റാൻ കഴിയില്ല. Their vocabulary increases from about 200 words at 2 years to about 2000 words at 7 years. അവരുടെ പദസമ്പത്ത് 2 വയസ്സിൽ 200 വാക്കുകളിൽ നിന്ന് 7 വയസ്സിൽ ഏകദേശം 2000 വാക്കുകളായി വർദ്ധിക്കുന്നു. They also believe that inanimate objects like toys, dolls for instance, have feelings and emotions. കളിപ്പാട്ടങ്ങൾ പോലുള്ള ജീവനില്ലാത്ത വസ്തുക്കൾക്ക് വികാരങ്ങൾ ഉണ്ടെന്നും അവർ വിശ്വസിക്കുന്നു. Animism. An example.
An adult takes a lump of clay, divides it into two equal pieces with different shapes, and asks a child in this stage, pre-operational stage, to choose which piece to play with. The adult rolls one piece into a compact ball and flattens the other into the shape of a chapati. Since the chapati shape appears larger, the child is likely to choose it, even though both pieces are of the same size. Note, this example illustrates the concept of lack of conservation, which is typical for children in Piaget's pre-operational stage. ഒരു ഉദാഹരണം, ഒരു മുതിർന്നയാൾ ഒരു കളിമൺ കട്ടയെടുത്ത് വ്യത്യസ്ത രൂപങ്ങളുള്ള രണ്ട് തുല്യ കഷണങ്ങളായി വിഭജിച്ച് അതിൽ ഏത് കഷണം കൊണ്ട് കളിക്കണമെന്ന് ഈ ഘട്ടത്തിലെ ഒരു കുട്ടിയോട് തിരഞ്ഞെടുക്കാൻ നൽകുന്നു. മുതിർന്നയാൾ ഒരു കഷണം ഉരുട്ടി ഒരു കോമ്പാക്ട് ബോളാക്കി മറ്റൊന്ന് ചപ്പാത്തിയുടെ രൂപത്തിൽ പരത്തുന്നു. ചപ്പാത്തിയുടെ രൂപം വലുതായി തോന്നുന്നതിനാൽ രണ്ട് കഷണങ്ങളും ഒരേ വലുപ്പമാണെങ്കിലും കുട്ടി അത് തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക, ഈ ഉദാഹരണം പിയാഷെയുടെ പ്രീ ഓപ്പറേഷണൽ ഘട്ടത്തിലെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് കുട്ടികൾക്ക് സാധാരണമായ സംരക്ഷണത്തിന്റെ അഭാവം, ലാക്ക് ഓഫ് കൺസർവേഷൻ എന്ന ആശയം വ്യക്തമാക്കുന്നു. 3. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ ഘട്ടം. 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെ. Children begin to think more logically, but their thinking may be very rigid. കുട്ടികൾ കൂടുതൽ യുക്തിസഹമായി ചിന്തിക്കാൻ തുടങ്ങുന്നു, പക്ഷേ അവരുടെ ചിന്ത വളരെ കർക്കശമായിരിക്കും. They tend to struggle with abstract and hypothetical concepts. അവർ അമൂർത്തമായ ആബ്സ്ട്രാക്ട് ഹൈപ്പോതെറ്റിക്കൽ ആശയങ്ങളുമായി മല്ലിടാൻ സാധ്യതയുണ്ട്. At this point, children also become less centered on themselves and begin to think about how other people might think and feel. ഈ ഘട്ടത്തിൽ കുട്ടികൾ സ്വയം കേന്ദ്രീകൃതമല്ലാതാവുകയും ലെസ് സെന്റർഡ് ഓൺ ദംസെൽവ്സ്, മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കുകയും അനുഭവിക്കുകയും ചെയ്യുമെന്ന് ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. They also begin to understand that their thoughts are unique to them and that others need to share their thoughts, feelings and opinions. അവരുടെ ചിന്തകൾ തങ്ങൾക്ക് മാത്രമുള്ളതാണെന്നും മറ്റുള്ളവർ അവരുടെ ചിന്തകളും വികാരങ്ങളും അഭിപ്രായങ്ങളും പങ്കുവെക്കേണ്ടതുണ്ടെന്നും അവർ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. They start solving mathematical problems by using, for instance, building blocks, their fingers etc. കണക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ ബ്ലോക്കുകൾ, വിരലുകൾ മുതലായവ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. They solve visual problems better than verbal ones. വാക്കാലുള്ള പ്രശ്നങ്ങളെക്കാൾ ദൃശ്യപരമായ പ്രശ്നങ്ങൾ അവർ നന്നായി പരിഹരിക്കുന്നു. Imagination of the previous stage is replaced with actual facts. മുൻഘട്ടത്തിലെ ഭാവനയ്ക്ക് പകരം യഥാർത്ഥ വസ്തുതകൾ വരുന്നു. Experimentation for learning of the previous stage is replaced by wanting to use rules for learning. പഠനത്തിനായുള്ള പരീക്ഷണം എന്നതിനേക്കാൾ പഠനത്തിനായി നിയമങ്ങൾ ഉപയോഗിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. നമ്മൾ പിയാഷെയുടെ 3 ഘട്ടങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അവസാന ഘട്ടമായ ഫോർമൽ ഓപ്പറേഷണൽ ഘട്ടത്തെക്കുറിച്ച് പഠിക്കാം. 4. ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ ഘട്ടം. 11 വയസ്സ് മുതൽ 15 വയസ്സിന് മുകളിൽ വരെ. This final stage involves an increase in logic, the ability to use deductive reasoning and an understanding of abstract ideas. ഈ അവസാന ഘട്ടത്തിൽ യുക്തിബോധം വർദ്ധിക്കുന്നു. നിഗമനപരമായ യുക്തി, ഡിഡക്റ്റീവ് റീസണിംഗ് ഉപയോഗിക്കാനുള്ള കഴിവ്, അമൂർത്തമായ ആശയങ്ങളെക്കുറിച്ചുള്ള ധാരണ എന്നിവ ഉൾപ്പെടുന്നു. At this point, children become capable of seeing more than one potential solution to the same problem and think more scientifically and logically about the world around them. ഒരേ പ്രശ്നത്തിന് ഒന്നിലധികം പരിഹാരങ്ങൾ കാണാനും തങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് കൂടുതൽ ശാസ്ത്രീയമായും യുക്തിസഹമായും ചിന്തിക്കാനും കുട്ടികൾക്ക് കഴിയും. They can do mathematical calculations and think creatively. അവർക്ക് ഗണിതശാസ്ത്രപരമായ കണക്കുകൂട്ടലുകൾ നടത്താനും സർഗാത്മകമായി ചിന്തിക്കാനും കഴിയും. They start introspecting, i.e. examining their own thoughts and feelings and thinking about their roles in society. അവർ ആത്മപരിശോധന, ഇൻട്രോസ്പെക്റ്റിംഗ് നടത്താനും സമൂഹത്തിൽ തങ്ങളുടെ പങ്കിനെക്കുറിച്ച് ചിന്തിക്കാനും തുടങ്ങുന്നു. Piaget considered that children's intellectual development is a process in which they do not just add more information and knowledge to their existing knowledge as they get older, but that there is a qualitative change in how children think as they gradually progress through these 4 stages. പിയാഷെയുടെ അഭിപ്രായത്തിൽ കുട്ടികളുടെ ബൗദ്ധിക വികസനം എന്നത് അവർക്ക് പ്രായമാകുമ്പോൾ നിലവിലുള്ള അറിവിലേക്ക് കൂടുതൽ വിവരങ്ങൾ ചേർക്കുക മാത്രമല്ല, അവർ ക്രമേണ ഈ 4 ഘട്ടങ്ങളിലൂടെ മുന്നേറുമ്പോൾ കുട്ടികൾ ചിന്തിക്കുന്ന രീതിയിൽ ഒരു ഗുണപരമായ മാറ്റം ഉണ്ടാക്കുന്നു. Thus, a child at the age of 7 doesn't just have more information about the world than he did at the age of 2. There is also a fundamental change in how he thinks about the world. അതായത് 7 വയസ്സുള്ള ഒരു കുട്ടിക്ക് 2 വയസ്സുള്ളതിനേക്കാൾ ലോകത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ മാത്രമല്ല ഉള്ളത്, ലോകത്തെക്കുറിച്ച് അവൻ ചിന്തിക്കുന്ന രീതിയിൽ ഒരു അടിസ്ഥാനപരമായ മാറ്റമുണ്ട്. പിയാഷെയുടെ വൈജ്ഞാനിക വികസന സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട 4 ഘട്ടങ്ങളും അതിന്റെ ഘടകങ്ങളും നമ്മൾ പൂർത്തിയാക്കി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത പിയാഷെയുടെ വൈജ്ഞാനിക വികസന സിദ്ധാന്തം, പിയാഷെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, നമ്മുടെ സീറ്റെറ്റ് പരീക്ഷയിലെ ഒരു ഗെയിം ചേഞ്ചറാണ്. ഓർക്കുക, ഈ ആശയങ്ങൾ വെറും തിയറികൾ മാത്രമല്ല, നിങ്ങളുടെ കുട്ടികളെക്കുറിച്ചുള്ള അറിവാണ്. അതുകൊണ്ട് ഓരോ ഘട്ടവും ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ചെടുക്കുക.
പഠനം ഒരു തുടർച്ചയായ പ്രക്രിയയാണ്. അതിനാൽ അടുത്ത ക്ലാസ്സിൽ ധാർമ്മികതയുടെ ലോകത്തേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്ന കോൾബർഗിന്റെ ധാർമ്മിക വികസന സിദ്ധാന്തം, കോൾബർഗ്സ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ്, നമുക്ക് ആഴത്തിൽ പഠിക്കാം. നിങ്ങൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു ഭാവി അധ്യാപകനുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് എന്റെ നിറഞ്ഞ അഭിനന്ദനങ്ങൾ. നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ സീറ്ററ്റ് വിജയത്തിനായി എന്റെ ഹൃദയം നിറഞ്ഞ എല്ലാ വിജയാശംസകളും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ഊർജ്ജസ്വലരായി കണ്ടുമുട്ടാം. കോൾബർഗിന്റെ സിദ്ധാന്തത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ തയ്യാറാകാം.